ഹലോ മുത്തോണികളെ. അപ്പൊ ഇന്ന് കുറച്ചധികം കാര്യങ്ങളിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ആഷ ചേച്ചിയുടെ ഒരു വീഡിയോ അല്ല, ഇത് ഷോർട്സ് ആണെന്ന് തോന്നുന്നു, ഞാൻ ഇന്ന് രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ആഷ ചേച്ചിയുടെ അടുത്ത് പറയാനും, പിന്നെ ഇപ്പൊ ഈ അടുത്തായിട്ട് ചില റിയാക്ഷൻ ചാനലുകാർ ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിനെ റിയാക്ട് ചെയ്യുന്നത് ഞാൻ കണ്ടു. സ്ത്രീകളാണ്. അപ്പൊ സ്ത്രീകൾ റിയാക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നതായ കുറച്ച് കാര്യങ്ങളും അവർക്ക് വന്നേക്കാവുന്ന അപകടത്തെക്കുറിച്ചും ഒരു അവയർനെസ് നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത്. ഒരു ഭാഷ ചേച്ചിയുടെ അടുത്ത് എനിക്ക് പ്രൈവറ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ എങ്കിലും ഈ കാര്യങ്ങൾ എന്റെ സബ്സ്ക്രൈബേഴ്സും മറ്റേ ഒരുപാട് പേര് ഇനി വരാൻ പോകുന്ന ഒരുപാട് പേർക്ക് അതൊരു പാഠമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. ഇപ്പൊ ആഷ ചേച്ചിക്ക് ഒരു ബാഡ് ആയിട്ടുള്ള ഒരു അനുഭവം ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പബ്ലിക്കിൽ പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് മാനക്കേട് ഉണ്ടായിപ്പോയ ഒരു വ്യക്തി കൂടിയാണ് ആഷ ചേച്ചി എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും നമ്മളുടെ അനുഭവങ്ങളാണല്ലോ പറയുന്നത്. അപ്പൊ ആ ചേച്ചി ഇവരുടെ ദാരിദ്ര്യവും ഇവരുടെ കള്ളത്തരങ്ങളെ സത്യമാണ് എന്ന് ധരിച്ചു വെക്കുകയും അതിന് പ്രകാരം അവർ പറഞ്ഞ ഒരുപാട് കള്ളത്തരങ്ങൾ വിശ്വസിക്കുകയും ഇവരുടെ കുറച്ച് സാമ്പത്തികം ആ വ്യക്തിക്ക് കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് അത് മിസ്യൂസ് ചെയ്യുകയാണ് എന്ന് മനസ്സിലായപ്പോൾ ഇവരെ വീണ്ടും ഇവർ കോണ്ടാക്ട് ചെയ്ത് ക്യാഷ് ആവശ്യപ്പെടുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായപ്പോൾ ഇവർ ആഷ ചേച്ചി അവരുടെ ഗൂഗിൾ പേയും വാട്സപ്പും ഒക്കെ ബ്ലോക്ക് ചെയ്തു എന്ന് ഒരു സംഭവം പറയുന്നുണ്ട്. ഇപ്പോ എനിക്ക് വന്ന ഒരു കാര്യം, എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഒരു കാര്യത്തിനെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഞാൻ ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിനെ ഞാൻ റിയാക്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ എന്നെ യൂട്യൂബിൽ നിന്ന് തന്നെ ഒരാൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വ്യക്തി എന്ന് പറയുന്നത് ഭയങ്കര ഈമാൻ നിറഞ്ഞ ഒരു സ്ത്രീയാണ് എന്നൊക്കെയാണ് ഞാൻ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്. അത് ശരിക്കും തെറ്റിദ്ധാരണ തന്നെയാണ് എന്നുള്ളത് പിന്നീടുള്ള എന്റെ ലൈഫ് എനിക്കത് തെളിയിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ വളരെ ഈമാൻ നിറഞ്ഞ ഒരു ഉമ്മ അവരെന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക്, അവരെന്നെ ആദ്യം വാട്സപ്പ് ഗ്രൂപ്പിലേക്കല്ല ക്ഷണിച്ചത്, എന്റെ നമ്പർ വാങ്ങുകയാണ് ചെയ്തത്. അന്ന് എന്റെ നമ്പർ പബ്ലിക്കിലില്ല. എനിക്ക് യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരെയും തന്നെ അറിഞ്ഞുകൂടാ. എന്റെ നമ്പർ ആർക്കും തന്നെ അറിയാൻ പാടില്ലാത്ത ഒരു കണ്ടീഷനാണ്. പക്ഷെ ഇവരുടെ ലൈവുകളിലേക്ക് എന്നെ മറ്റൊരാൾ വന്ന് ക്ഷണിക്കുകയാണ് ചെയ്തത്. ഒരു അല്ല ലെവലാതി എന്നെ ഇവരുടെ ലൈവിലേക്ക് ക്ഷണിച്ചു. അതായത് ഇത്രയും ആളുകൾ ഒരുപാട് ലൈവുകൾ നടത്തുമ്പോഴും എന്നെ പ്രോപ്പറായിട്ട് ഇവരുടെ ലൈവിലേക്ക് ക്ഷണിച്ചു. ഞാൻ ശരിക്കും അന്ന് ലൈവ് ചെയ്യുന്ന ഒരു വ്യക്തിയും അല്ല. ലൈവ് ഇങ്ങനെ ഞാൻ യൂട്യൂബ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരുപാട് ലൈവുകൾ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് ഇവർക്ക് എന്തിനാണ് ഈ ലൈവുകൾ നടത്തുന്നതെന്ന് ഞാൻ ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ ഇവരുടെ ലൈവിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എനിക്ക് അവിടെ ഭയങ്കരമായ ഒരു സ്വീകരണം കിട്ടുകയും അവിടെ വെച്ച് ഭയങ്കരമായ ഫ്രണ്ട്ഷിപ്പ് എന്ന പേരിൽ എന്റെ നമ്പർ ഇവർ കൈക്കലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നമ്പർ കൈക്കലാക്കിയതിനു ശേഷം നിന്റെ നമ്പർ മറ്റൊരാൾ ചോദിക്കുന്നു, ഇന്ന ആൾ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെന്നെ കൂട്ടിക്കൊണ്ടു പോയത് ഒരു ട്രാപ്പിലേക്കാണ് ഇവരെന്നെ ആദ്യം തന്നെ കൂട്ടിക്കൊണ്ടുപോയത്. പക്ഷെ അവരുടെ മുഖത്ത് നോക്കി കാര്യങ്ങൾ സംസാരിക്കാൻ, അതായത് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ ഞാൻ അത് മുഖത്ത് നോക്കി ടപാ എന്ന് പറഞ്ഞ് പറയുന്ന ഒരാളാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ക്വാളിറ്റിയും എന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം ക്വാളിറ്റിയും ഈ ഒരു കാര്യം. അതായത് എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ മുഖത്ത് നോക്കി ടബ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറയും. അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എന്റെ ആ ക്വാളിറ്റിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കളും എനിക്കുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ എന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും എന്റെ സുഹൃത്തുക്കളെയും എന്റെ സഹോദരങ്ങളെയും ഒക്കെ ഞാൻ പോലും അറിയാതെ ഈ വലയിലേക്ക് ഞാൻ വഴി വലിച്ചിഴയ്ക്കുന്ന ഒരു അനുഭവം എനിക്ക് യൂട്യൂബ് വഴി ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു അനുഭവം കൊണ്ട് എനിക്ക് ഒരുപാട് മാനഹാനി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എന്തിനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആഷ ചേച്ചി മാനഹാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് താങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു അല്ല. ഒരുപാട് ജീവിത അനുഭവങ്ങൾ
കല്ലാക്കിയ ഒരു മനസ്സുള്ളത് കൊണ്ട് മാത്രം പിടിച്ചു നിന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറയുന്നത്. കാരണം അത്രയേറെ അപമാനം ഞാൻ മാത്രമല്ല അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്, എന്നെ ചുറ്റി നിന്ന എന്റെ സുഹൃത്തുക്കളെയും എന്റെ മാതാപിതാക്കളെയും എന്റെ ബന്ധുക്കളെ സ്വന്തക്കാരെ ഒക്കെ ഇതിന്റെ പേരിൽ ഒരുപാട് അനുഭവിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ കട്ടയ്ക്ക് നിന്നത് കൊണ്ട് മാത്രം അവരെയൊക്കെ എനിക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ച ഒരു വിഷയം ഞാൻ ഒരുപാട് കാലങ്ങളായി ഈ യൂട്യൂബ് വഴി ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളതുമാണ്. ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്ന കാര്യവും അതേ സെയിം കാര്യം തന്നെയാണ്. അതായത് ആഷി ചേച്ചി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇവരുടെ പിന്നെ വാട്സപ്പും ഗൂഗിൾ പേയും ഒക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആഷി ചേച്ചി വിചാരിക്കുന്നത് എന്താണെന്നാണ്, ഞാൻ സേഫ് ആണ്. ഒരിക്കലും അല്ല. ആഷ ചേച്ചി ഒരു വലിയ ട്രബിളിലേക്ക് നടന്നെടുക്കുകയാണ്. അത് ആഷ ചേച്ചിക്ക് പോലും മനസ്സിലാകുന്നില്ല. സത്യത്തില് ആഷ ചേച്ചിക്ക് അത് താങ്ങാനായിട്ട് സാധിക്കില്ല. ഒരിക്കലും ആഷ ചേച്ചി ഇപ്പോ നടന്നെടുക്കുന്ന ആ ട്രബിള് ആഷ ചേച്ചിക്ക് താങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഒരു പക്ഷേ നിങ്ങളെ ഡെത്ത് കണ്ടീഷനിലേക്ക് ഇവർ കൊണ്ടു ചെന്ന് എത്തിക്കും. നിങ്ങളുടെ ശാരീരിക അവസ്ഥ എന്താണ് എന്ന് എനിക്ക് നന്നായി അറിയാവുന്നത് കൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ആഷ ചേച്ചിയും ആഷ ചേച്ചിയുടെ ഫാമിലിയും പിന്നെ ഇവരെ റിയാക്ട് ചെയ്യുന്ന മറ്റ് ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് ആഷ ചേച്ചിനെ ഇപ്പോൾ ഉടൻ തന്നെ ഒരു വ്യക്തി കോണ്ടാക്ട് ചെയ്തേക്കാം. ഒരു വ്യക്തിയല്ല, ഒന്നിലധികം വ്യക്തികൾ ആഷ ചേച്ചിയെ പല രീതിയിൽ കോണ്ടാക്ട് ചെയ്ത് ഈ ട്രാപ്പിലേക്ക് ആഷ ചേച്ചിനെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാകാം. ആഷ ചേച്ചിയുടെ നമ്പർ ഈ വ്യക്തിയുടെ കയ്യിൽ, അതായത് ഈ നജില എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ ഉണ്ട് എന്നാണ് ആഷ ചേച്ചി പറയുന്നത്. ഉടൻ തന്നെ ആഷ ചേച്ചിയുടെ നമ്പര് പല ഗൾഫിലുള്ള ആണുങ്ങളുടെ കയ്യിലേക്ക് ആ നമ്പർ ഷെയർ ആയി പോകും. ഇത് മാത്രമല്ല, വളരെ ഭവ്യത നിറഞ്ഞ ചില സ്ത്രീകൾ ആഷ ചേച്ചിയെ കോണ്ടാക്ട് ചെയ്തേക്കാം. ആഷ ചേച്ചി ചിലപ്പോ ചിന്തിക്കും, ഇവർ യൂട്യൂബിൽ ഉണ്ടായിരുന്നവരല്ലേ, ഇപ്പൊ ബീൻ ഇപ്പൊ അവരെയൊക്കെ കുറിച്ച് പറയുന്നത് ചിലപ്പോ കളവായിരിക്കാം, ബീനിന്റെ ദേഷ്യം കൊണ്ടായിരിക്കാം ബീൻ പറയുന്നത് എന്ന് ചിലപ്പോ ആഷ ചേച്ചിക്ക് തോന്നിപ്പോകും അവരുടെ സംസാരങ്ങൾ കേട്ട് കഴിഞ്ഞ്. കാരണം അത്രയേറെ ഭവ്യതയിൽ ഞാൻ അങ്ങനെ വീണുപോയ ഒരു വ്യക്തിയാണ്. എന്റെ ജീവിതത്തില് എനിക്ക് ചീറ്റ് ചെയ്യപ്പെടുന്നത് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരാളാണ്. അപ്പോ എന്നിട്ട് പോലും എനിക്ക് ഞാൻ ചീറ്റ് ചെയ്യുകയാണ് എന്ന് മനസ്സിലാകാതെ ഇവരുടെ വലയിൽ ഞാൻ 1.5 മാസത്തോളം കുടുങ്ങിക്കിടന്നു എന്നുള്ളത് നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ സാധിക്കില്ല. എന്റെ അനുഭവമാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആഷ ചേച്ചി ഇപ്പൊ വിചാരിക്കുന്ന ഇവരെ ബ്ലോക്ക് ചെയ്തത് കൊണ്ട് ആഷ ചേച്ചി രക്ഷപ്പെട്ടു എന്നാണ്. ആഷ ചേച്ചിയെ തേടി ഒരു വലിയ ആപത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ആഷ ചേച്ചിയെ തേടി ഇപ്പൊ പല ഫോൺ കോളുകളും വന്നേക്കാം. അതില് ഒരുപാട് ഓഫറുകൾ ഉണ്ടായേക്കാം. ഈ ഓഫറുകൾ എന്ന് പറയുന്നത് ആഷ ചേച്ചിയുടെ ചികിത്സ അവർ നടത്തി തരാം, ആഷ ചേച്ചിക്ക് എടുക്കാൻ പറ്റാത്ത മരുന്നുകൾ അവർ എടുത്തു തരാം, ആഷ ചേച്ചിക്ക് വേണ്ടുന്ന അടുക്കള സാധനങ്ങൾ അവർ വാങ്ങിത്തരാം, ആഷ ചേച്ചിയുടെ പിന്നെ കടബാധ്യതകൾ അവർ നീക്കിത്തരും. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ആഷ ചേച്ചിക്ക് എന്ത് കാര്യങ്ങളും സാധിക്കാനായിട്ട് സാധിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് ഓഫറുകളുമായിട്ട് ചില സ്ത്രീകളോ അല്ലെങ്കിൽ പുരുഷന്മാരോ ആഷ ചേച്ചിയുടെ അടുത്തേക്ക് എത്തും. ഇത് ശരിക്കും ഒരു വലിയ ട്രാപ്പും കൊണ്ടുവരുന്ന ആളുകളാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഇവരുടെ വലയിൽ വീണു പോയേക്കാം. ഇത് മാത്രമല്ല, ഇങ്ങനെ വന്ന് നിങ്ങളുടെ നമ്പർ കൈക്കലാക്കുന്ന ഇവർ ആദ്യം തന്നെ നിങ്ങളുടെ ലൊക്കേഷൻ സെർച്ച് ചെയ്യും. നിങ്ങളുടെ ലൊക്കേഷൻ ഇവർ പിന്നെ കറക്റ്റ് ആയിട്ട് നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളുടെ ലൊക്കേഷൻ അവർ പിടിച്ചെടുക്കും. നിങ്ങളുടെ അഡ്രസ്, നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, നിങ്ങൾ തനിച്ചാണോ താമസിക്കുന്നത്, എന്തിനധികം പറയുന്നു നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ട് നിങ്ങളുടെ സെക്ഷൽ ലൈഫ് വരെ എങ്ങനെയാണ് എന്നുള്ളത് ഇവർ ചോദിച്ച് മനസ്സിലാക്കും. ഇവരുടെ ഒരു വലിയ ട്രാപ്പ് എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെയാണ്. ഈ ഒരു രീതിയിൽ ആഷ ചേച്ചിനെ ഇവർ ട്രാപ്പ് ചെയ്തുകൊണ്ട് മറ്റുള്ള, അതായത് യൂട്യൂബിന് പുറമേ ഉള്ള സ്ത്രീകളെ, പുരുഷന്മാരെ നിങ്ങൾ വഴി ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാപ്പ് നിങ്ങളിലേക്ക് വന്നടുക്കും.
ഇത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്ക് പ്രൂവ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് മാത്രം. നമ്മൾ തെളിവുകൾ വെച്ച് സംസാരിക്കുമ്പോൾ തെളിവ് വെച്ച് ഇത് സംസാരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതെന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഇതിൽ എനിക്ക് തെളിവുകൾ ഒന്നും തന്നെ ഇല്ല. എനിക്ക് ആകെ ഉള്ള തെളിവ് എന്ന് പറയുന്നത് ആ വാട്സപ്പ് ഗ്രൂപ്പ് മാത്രമാണ്. ആ ഗ്രൂപ്പിൽ ഞാൻ സംസാരിച്ചിട്ടുള്ള എന്റെ വോയിസുകൾ എടുത്തു കൊണ്ടുവന്ന് പിന്നീട് പബ്ലിക്കിൽ കൊണ്ടുവന്ന് അലക്കുന്നതൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആളുകളാണ്. ഇത് മാത്രമല്ല, എന്റെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള എന്റെ റിലേഷൻഷിപ്പിനെ വരെ വളരെയധികം അപമാനിക്കുകയും ആ വ്യക്തി, അതായത് എന്നെ അവർക്ക് ട്രാപ്പ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് മാത്രം, എനിക്ക് വേണ്ടി വിരിച്ച വലയിൽ ഞാൻ ചെന്ന് വീഴാത്തത് കൊണ്ട് മാത്രം മറ്റൊരു വ്യക്തിയെ ഇതിലേക്ക് വലിച്ചിഴച്ച് അയാളുടെ കുടുംബജീവിതത്തെ വരെ വളരെ മോശമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ട് എന്നെ അവർ അവരുടെ ട്രാപ്പിലേക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്. മനസ്സിന്റെ കട്ടി ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്. ഇത്തരം ആളുകളുടെ ഒരു ട്രാപ്പ് രീതി എന്ന് പറയുന്നത് ഇവർക്ക് മറ്റുള്ളവരുടെ ജീവനോ മറ്റുള്ളവരുടെ വികാരങ്ങളോ മറ്റുള്ളവരുടെ റിലേഷൻഷിപ്പോ മറ്റുള്ളവരുടെ മക്കളോ മറ്റുള്ളവരുടെ ഭർത്താക്കന്മാരോ ഇങ്ങനെ ഒന്നുമുള്ള കാര്യങ്ങൾ ഇവർക്ക് വാല്യൂ ഉള്ള കാര്യങ്ങളല്ല. ഇവർക്ക് അതൊക്കെ അവർക്ക് വളരാനുള്ള വളങ്ങൾ മാത്രമാണ്. മറ്റു മനുഷ്യരും അവരുടെ ബന്ധങ്ങളും അവരുടെ സ്വന്തങ്ങളും അവരുടെ മക്കളും അവരുടെ റിലേഷൻഷിപ്പും അവരുടെ വിചാരങ്ങളും ഒക്കെയും തന്നെ ഇക്കൂട്ടർക്ക് അവരുടെ വളരാനുള്ള ഒരു മാർഗം, ഒരു വഴി മാത്രമാണ്. ഇവിടെ ആരൊക്കെ നശിച്ചാലും ആരുടെയൊക്കെ കണ്ണിൽ നിന്ന് രക്തം ഒഴുകിയാലും ഇവർക്ക് സ്വയം വളരുക എന്നുള്ള ചിന്ത മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഈ പർട്ടിക്കുലർ വ്യക്തിയുടെ ചില ഡ്രാമകൾ, അതായത് ഈ നജില എന്ന് പറയുന്ന പുള്ളിക്കാരിയുടെ കള്ളങ്ങൾ മുഴുവൻ അവർ തന്നെ പൊട്ടിപ്പൊളിച്ച് പാളിസാക്കിയത് കൊണ്ട് തന്നെ ഇവർ വഴി ഇനി ഇവർക്ക് ആരെയും തന്നെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇപ്പോ ഇതൊരു വലിയ ഗ്രൂപ്പാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും. യൂട്യൂബിൽ ചില വ്യക്തികൾ ചില ഗ്രൂപ്പുകളായിട്ടാണ് നിൽക്കുന്നത്. ഇവരുടെയൊക്കെയും തന്നെ ലക്ഷ്യം എന്ന് പറയുന്നത് സാമ്പത്തികം മാത്രമാണ്. നിങ്ങൾ എവിടെ കാണുന്നു ഇക്കൂട്ടർ അവരുടെ വിഷമതകൾ പറഞ്ഞ് അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങൾ പറഞ്ഞ് താങ്ങാൻ ഒരു ചുമല് തേടുന്നവരല്ല. ഇവർ വിഷമതകൾ പറഞ്ഞ് സാമ്പത്തികം ചൂഷണം ചെയ്യുന്നവരാണ്. നിങ്ങൾക്ക് ആ വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. ഇവരുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചില യൂട്യൂബേഴ്സിനെയും ഇപ്പോൾ സൈലന്റ് ആയിട്ടിരിക്കുന്ന ചില യൂട്യൂബേഴ്സ് ഉണ്ട്. ചിലർ അണ്ടർഗ്രൗണ്ടിൽ കൂടി പണിയെടുക്കുന്ന ചില യൂട്യൂബേഴ്സ് ഉണ്ട്. നിങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്കിപ്പോ നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പൊ തന്നെ AS എന്നങ്ങാണ്ട് പറയുന്ന ഒരു പുള്ളിക്കാരി ഇവരെ കുറിച്ച് റിയാക്ട് ചെയ്യുന്നുണ്ട്. മോളെ നിന്നെ തിരക്കിയും ഇക്കൂട്ടർ വരും. നമ്മൾ ചിന്തിക്കുന്നത് ഇവർ ആണുങ്ങളല്ലല്ലോ, ഇവർ പെണ്ണുങ്ങളല്ലേ. ഞാനും പെട്ടുപോയത് ആ ഒരൊറ്റ കാര്യത്തിലാണ്. കാരണം എന്റെ ഉമ്മയുടെ പ്രായമുള്ള സ്ത്രീ, ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മളെ കൊണ്ട് ഇടാൻ പോകുന്നത് ഒരു വലിയ ട്രാപ്പിലാണ് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യില്ല. അവർ നല്ല ഈമാൻ ഉള്ളവരായിട്ട് അഭിനയിക്കുന്നു. അത് അഭിനയം തന്നെയാണ്. കാരണം പിന്നെ എന്റെ ചില വിഷയങ്ങൾ ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ വിഷയങ്ങളിൽ എനിക്ക് എന്റെ ബ്രദർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ ഇവർക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ചില കേസ് സംബന്ധമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ബന്ധപ്പെടുത്തിയതെങ്കിലും പിന്നീട് എന്റെ റിലേഷനെ പറഞ്ഞുകൊണ്ട് അയാളെ ഭീഷണിപ്പെടുത്തുന്ന വോയിസുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫാമിലി ലൈഫിലേക്ക് ഇടിച്ചു കയറി അദ്ദേഹത്തിന്റെ ഫാമിലി ലൈഫിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചതും ഒക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ മുന്നിൽ കാണിക്കാനുള്ള തെളിവ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെയും ഞാൻ തരണം ചെയ്തത് ഈ കൂട്ടർ, അതായത് എന്റെ സ്വന്തം സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ എന്റെ കൂടെ നിന്നത് കൊണ്ട് മാത്രമാണ്. ഇതിനൊക്കെ പുറമെ വെറും 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കൂടി ഇവർ ഈ ട്രാപ്പിൽ കൊണ്ടുവരികയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവളെ പല കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചതും ഒക്കെ ആ കുട്ടിയും എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. അത് വേണ്ടി വന്നാൽ അത് ചില ഒരു പ്രത്യേക മൂവ്മെന്റിലേക്ക് ഞങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് ചില കോടതി കേസൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കേണ്ടതായിട്ട് നമുക്ക് വരും. അപ്പൊ ആ ഒരു ടൈമില്
ഈ കാര്യങ്ങൾ ഇതുപോലെ പബ്ലിക്കിൽ വന്നിരുന്ന് എനിക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കുട്ടിയുടെ ഭാവി ജീവിതത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ ആ കുട്ടിയെ ദ്രോഹിച്ച ഒരു സംഭവം വരെ ഉണ്ട്. ഒരു പക്ഷെ ഞാൻ ഇല്ലായിരുന്നു എങ്കിൽ ആ കുട്ടിയുടെ ജീവിതം തന്നെ നശിച്ചു പോയേനെ. ആ ഒരു ഘട്ടത്തിലേക്ക് ഇവർ കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ളതാണ്. അവിടെ നിന്നും വളരെ മെന്റലി ഭയങ്കര സ്ട്രെങ്ത് കൊടുത്ത കുട്ടിയെ അതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിച്ചതും, അതുപോലെ തന്നെ ഇപ്പൊ എന്റെ സുഹൃത്തിന്റെ ഫാമിലിയെ അത് ബാധിക്കാത്ത തരത്തിൽ അത് മാറ്റിയതും ഒക്കെ എന്റെ മനക്കട്ടി കൊണ്ട് മാത്രമാണ്. എല്ലാവർക്കും ഇത് സാധിക്കണമെന്നില്ല. ആശ ചേച്ചിയുടെ മെന്റൽ കണ്ടീഷനും ഹെൽത്ത് കണ്ടീഷനും ഓക്കെ അല്ലാത്തത് കൊണ്ട് തന്നെ ആശ ചേച്ചി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പല ഓഫറുകളുമായിട്ട് ഫോൺ കോളുകൾ പലരും വന്നേക്കാം. ഈ ഫോൺ കോളുകൾ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇക്കൂട്ടർ വന്ന് നിങ്ങളെ വാട്സപ്പിലായിരിക്കാം മിക്കവാറും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യത. കാരണം നിങ്ങൾക്ക് കോള് വന്നു കഴിഞ്ഞാൽ ആ കോള് നിങ്ങളുടെ ഫോണിൽ റെക്കോർഡ് ആയിരിക്കുമോ എന്ന ഭയം ഇക്കൂട്ടർക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ വാട്സപ്പിലായിരിക്കും നിങ്ങളെ കോള് വിളിക്കുന്നത്. ഈ വാട്സപ്പ് കോള് എന്ന് പറയുന്നത് നമുക്ക് സ്ക്രീൻ റെക്കോർഡ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആരെങ്കിലും നിങ്ങളെ വാട്സപ്പ് കോള് വിളിക്കുന്നുണ്ട് എങ്കിൽ സ്ക്രീൻ റെക്കോർഡ് ഓൺ ആക്കി വെച്ചിട്ട് മാത്രമേ നിങ്ങൾ വാട്സപ്പ് കോള് ഇത്തരം ആളുകളുടേത് എടുക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തത് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അവരിടുന്ന വോയിസുകൾ, ഈ വോയിസുകളിൽ ഈ ശരിക്കും നിങ്ങളെ അവർ കോണ്ടാക്ട് ചെയ്യുന്നത് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കാം. പക്ഷെ ഇവർ നിങ്ങളോട് വന്ന് പറയുന്ന കാര്യം, അയ്യേ ഈ വ്യക്തിയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, ഈ വ്യക്തി എനിക്ക് ഇഷ്ടമേ ഇല്ല, അങ്ങനെ തന്നെയാണ് എന്നെയും ഇവര് ട്രാപ്പിൽപ്പെടുത്തിയത്. ഈ നജില എന്ന് പറയുന്ന സ്ത്രീയുമായിട്ട് ഇവർക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവര് എന്നെ ആ ട്രാപ്പിലേക്ക് കൊണ്ടുപോകുന്നതും. പിന്നീട് ഒരുപാട് വിഷയങ്ങൾ ഇവർ കാരണം ഞങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എന്റെ സുഹൃത്തുക്കൾ അടക്കം. അപ്പൊ ആശ ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം ആശ ചേച്ചിയുടെ മക്കള്, ഭർത്താവ്, ഇതൊക്കെ ഒന്ന് നോക്കുക. ഇവരൊക്കെ ഇത് നേരിടേണ്ടതായിട്ട് വരും. ഇനി പിന്നെ മറ്റ് റിയാക്ഷൻ ചെയ്യുന്ന രണ്ട് വ്യക്തികൾ കൂടിയുണ്ട്, രണ്ട് സ്ത്രീകൾ കൂടിയുണ്ട്. മക്കളെ, നിങ്ങളും ശ്രദ്ധിക്കുക. നിങ്ങളെ തേടിയും ഇവർ വരും. ഇവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഇവർ തയ്യാറാകും. ഇത് മാത്രമല്ല, നമുക്ക് യാതൊരു തരത്തിലും യാതൊരു പരിചയവും ഇല്ലാത്ത ആളുകൾ നമ്മളോട് ചോദിക്കുന്ന നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചോ നമ്മുടെ സ്വത്ത് സംബന്ധമായ കാര്യങ്ങളെ കുറിച്ചോ നമ്മുടെ മക്കളുടെ ലൈഫിനെ കുറിച്ചോ ഒന്നും തന്നെ നിങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇനി പല ഓഫറും കൊണ്ട് പല ആൾക്കാരും വരും. നിങ്ങൾക്ക് അത് വാങ്ങിച്ചു തരാം, ഇത് വാങ്ങിച്ചു തരാം, നിങ്ങൾക്ക് അത് ഞാൻ ചെയ്തു തരാം, നിങ്ങളുടെ വീടിന്റെ അഡ്രസ്സ് പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ സമീപിച്ചാൽ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഒരു വലിയ ട്രബിളിലാണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. ഇത് എന്റെ ലൈഫാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ട്രബിളിലാണ്. നിങ്ങളെ തേടി അക്കൂട്ടർ വരും. നിങ്ങളുടെ വാടയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങളെ യൂസ് ചെയ്തുകൊണ്ട് ഇവർ വളരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇനി അതുപോലെ തന്നെ ഈ നജില എന്ന് പറയുന്ന പുള്ളിക്കാരിക്ക് മെന്റലി എന്തോ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ വരുത്തി തീർക്കുന്നുണ്ട് ഇക്കൂട്ടർ. ഇത് ശരിക്കൊരു സർക്കിള് പോലെയാണ്. ഈ സർക്കിളിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഇവർ ഈ പാവപ്പെട്ട ഉമ്മേനെ ഒരു മെന്റൽ രോഗിയൊക്കെ ആക്കി മാറ്റിയേക്കാം. മെന്റൽ രോഗിയാണ്, ഇവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവർക്ക് അറിയാൻ പാടില്ല എന്നൊക്കെ പറയും. ഒന്നുമല്ല, നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് നോക്കുക. നമ്മളാണെങ്കിൽ ചിന്തിക്കാൻ പോലും ഭയക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് എന്റെ അമ്മയും അച്ഛനും ഒക്കെ അടുത്ത് താമസിക്കുന്നു. എന്റെ വീട്ടിലേക്ക് ഒരാള് കടന്നു വരണമെങ്കിൽ എന്റെ അമ്മയും എന്റെ അച്ഛനും എന്റെ സഹോദരങ്ങളൊക്കെ കയറി വരാനേ സാധിക്കുകയുള്ളൂ. കാരണം ആ വഴി എന്ന് പറയുന്നത് എന്റെ അമ്മയുടെ വീടാണ്. അതുവഴി കടന്ന് ഒരാൾ എന്റെ വീട്ടിലേക്ക് കയറി വരാനുള്ള സൗകര്യം ഞാൻ ഒരുക്കണമെങ്കിൽ ഞാൻ മെന്റൽ രോഗി ആയതുകൊണ്ടാണോ, ഞാൻ മിടുക്കിയായ ഒരു കള്ളി ആയതുകൊണ്ടാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇപ്പൊ ഒരുപാട് പേര് ഇവർക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ട്, ഇവർ സ്വബോധത്തോടു കൂടി അല്ല പറയുന്നത് പെരുമാറുന്നത് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ എന്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച ഇവർ കാരണം ഞാൻ നേരിട്ട പ്രശ്നങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്.
അത് ഞാൻ സംസാരിക്കുന്നത്. ഇനി ജീവിതത്തിൽ ഒരിക്കലും അവർക്കൊന്നും എന്റെ ജീവിതത്തിലേക്ക് കടന്നു കയറാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം ഒരു പൂച്ച ഒരു തവണ ചൂടുവെള്ളത്തിൽ വീഴും, പിന്നെ പച്ചവെള്ളം കണ്ടാൽ പോലും ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞതുപോലെയാണ് എന്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചത് എന്താണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഇവർ എവിടെ വന്ന് എങ്ങനെ ഇനി നല്ല പിള്ള ചമയാൻ വേണ്ടിയിട്ട് നോക്കിയാലും ഇവരുടെ ഒരുപാട് വോയിസുകൾ എന്റെ കൈവശം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ മറ്റുള്ളവരുടെ മുന്നിൽ ഇവർക്ക് ചിലപ്പോൾ നല്ല പിള്ള ചമയാൻ വേണ്ടിയിട്ട് സാധിക്കും. നജിലേനെ അല്ല ഞാൻ പറയുന്നത്, നജിലയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ചില മദാമ്മമാരും ചില ഉമ്ര താത്തകളും ചില വല്യേട്ടന്മാരും ഒക്കെ ഉണ്ട്. അപ്പൊ അവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇവരുടെ ധാരണ എന്ന് പറയുന്നത് ഇവരൊന്നും ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കും. പക്ഷെ എന്റെ ഒരു സുഹൃത്തിനെ ഇവർ ചെന്ന് കണ്ടതും ഇവരൊന്നും പറഞ്ഞിട്ടില്ല. ഇദ്ദേഹത്തിന്റെ നമ്പർ പബ്ലിക് ആക്കിയതോ ഇദ്ദേഹത്തിന്റെ നമ്പർ നജിലേക്ക് കൊടുത്തത് ഇവരല്ല എന്നാണ് ഇവർ പറഞ്ഞു വരുത്തുന്നത്. പക്ഷെ ഞങ്ങൾക്കറിയാം, കൃത്യമായിട്ട് അറിയാം, അത് കൃത്യമായിട്ട് നജിലയുടെ കയ്യിലേക്ക് കൊടുത്തത് അവർ തന്നെയാണ് എന്നുള്ളത്. അതുപോലെ അദ്ദേഹത്തിന്റെ വൈഫിന്റെ നമ്പർ പബ്ലിക് ആക്കിയത് ഇവർ തന്നെയാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. പക്ഷെ ഇവർ പിന്നെ ഇദ്ദേഹത്തിനെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത് എന്ന് പറയുന്നത് ഈ നമ്പർ ഞങ്ങളല്ല, ഞാനല്ല ഇത് പബ്ലിക് ആക്കിയത്, ഞാനേ അല്ല എന്ന് പറയുമ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം എന്റെ ലൈഫ് എങ്ങനെയാണ് ട്രാപ്പിലേക്ക് ആക്കാൻ ഇക്കൂട്ടർ ശ്രമിച്ചത് എന്നുള്ളതും എന്റെ സുഹൃത്തുക്കളെ ഏത് രീതിയിലാണ് ഇവർ ട്രാപ്പിൽ പെടുത്തിയത് എന്നുള്ളതും ഞങ്ങളുടെ ജീവിതം എത്രത്തോളം ദുസ്സഹമാക്കാൻ ഇക്കൂട്ടർക്ക് സാധിച്ചു എന്നുള്ളതും അതിൽ നിന്നൊക്കെ ഞങ്ങൾ വിട്ടുപോയത് ഞങ്ങളുടെ മെന്റൽ കണ്ടീഷൻ, ഞങ്ങളുടെ മനസ്സ് കുറച്ച് കട്ടിയുള്ളതായത് കൊണ്ട് മാത്രമാണ് എന്നുള്ളതും ഞാൻ ഇവിടെ വെളിവാക്കുകയാണ്. ഇവർ ഭയങ്കര നന്മ, ഞാൻ വീണ്ടും പറയുകയാണ്, ഇവർ ഭയങ്കര നന്മമരമായിട്ട് ചമഞ്ഞുകൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു കയറും. നിങ്ങളുടെ മക്കളുടെ അടക്കം ജീവിതം ദുസ്സഹമാക്കുന്ന തരത്തിൽ നിങ്ങളെ ട്രാപ്പിൽ പെടുത്തും. നിങ്ങൾ വഴി ഒരുപാട് പേര് ഈ ട്രാപ്പുകളിൽ ചെന്ന് വീഴും. ഇതിന്റെ എല്ലാം മൂല കാരണം എന്ന് പറയുന്നത് സാമ്പത്തികം മാത്രമാണ്. നിങ്ങളെ കൊണ്ടവർ ചാരിറ്റി ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കും, മറ്റുള്ളവരെ ട്രാപ്പ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കും. സമൂഹത്തിലെ ഉന്നതന്മാരായിട്ടുള്ള ആളുകൾ, അത് ബിസിനസ് മാൻമാര്, അതുപോലെ ബിസിനസ് ചെയ്യുന്ന വുമൺസ്, ഇവരെ ഒക്കെ ഈ ട്രാപ്പുകളിലേക്ക് പിടിച്ച് വലിച്ച് അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മളെ ഇവർ യൂസ് ചെയ്യും എന്നുള്ളതാണ്. ദയവ് ചെയ്ത് ഇത്തരം ആളുകളിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞു നിൽക്കുക. ഇത് മാത്രമല്ല, പറ്റില്ല, ആശ ചേച്ചിനെ ഒന്ന് സംബന്ധിച്ചിടത്തോളം ഇവരെ ഒന്ന് റിയാക്ട് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ആശ ചേച്ചി പറ്റില്ല. അതുകൊണ്ട് ഇത് വേണ്ട എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ്. ഇതോടുകൂടി നിർത്തിക്കളയും. ആശ ചേച്ചിനെയൊക്കെ അവർ കൊന്നുകളയും. ആശ ചേച്ചി ഇവര് ഡയറക്റ്റ് കത്തിയെടുത്ത് കുത്തി കൊന്നുകളയും എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഫാമിലിയെ വളരെ മോശമായിട്ട് ഇവര് എഫക്റ്റ് ചെയ്യും. അത് നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷനെ ഭയങ്കരമായിട്ടും എഫക്റ്റ് ചെയ്യും. ചേച്ചി വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. പിന്നെ മറ്റുള്ളവരും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളെ തേടി ഒരുപാട് ഓഫറുകളുമായിട്ട് ഇവർ വരും. ഒരുപാട് കഥകൾ പറഞ്ഞ് നിങ്ങളെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. ഭയങ്കര സൗഹൃദപരമായിട്ട് നിങ്ങളെ അവരെ അപ്രോച്ച് ചെയ്യും. നിങ്ങളുടെ രഹസ്യങ്ങളും നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ കുടുംബവും ഒക്കെ അവർ ചോർത്തിയെടുക്കും. അത് കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലേക്ക് ഇവർ പാഞ്ഞു കയറും. നിങ്ങൾക്ക് പോലും തടയാൻ കഴിയാത്ത വണ്ണം നിങ്ങളെ ഇവർ ട്രാപ്പ് ചെയ്യും. ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക.